ഒരേ വെള്ളം ഒരു കൂട്ടർക്ക് അത് ജീവജലമായി മാറുമ്പോൾ മറ്റൊരാൾക്ക് മരണധ്വനിയായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അടുത്ത് പൊട്ടാനിരിക്കുന്ന ഒരു ബോംബിരിക്കുമ്പോൾ അടുത്ത് കിടന്നുറങ്ങുന്നവരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുതന്നെയാണ് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞുകൂടുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ. എന്തൊരാന്തലാണ് ആകാശത്തൊരിടി വെട്ടുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇടിവാളുകൾ മിന്നി മറയുകയാണ്. അത് വേദനയായും ദുഃഖമായും ആരോട് പറയുന്നു, ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. ഭൗതികമായും സാമ്പത്തികമായും ഉന്നത നിലവാരത്തിലുള്ള അനേകർ, എല്ലാവരും തന്നെ അങ്ങനെ ആയെന്ന് പറയാം, ദാരിദ്ര്യം നീങ്ങിയ ഒരു സംസ്ഥാനമായി 100% സാക്ഷരതയുള്ളതായി ഒക്കെ മാറുമ്പോഴും മലയാളി ഇന്ന് എവിടെയാണ്? പൊട്ടാൻ പോകുന്ന ഒരു ഡാമിനെ പറ്റി എന്നും വാർത്തകളിൽ മാത്രം നിറഞ്ഞു നിൽക്കുകയും അതിനെപ്പറ്റി ഒരു പരിഹാരവുമില്ലാതെ മാറി മാറി വരുന്ന സർക്കാരുകളിലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പാവം മലയാളികളുടെ സ്ഥിതി ഒരു ഭയങ്കര കഷ്ടമായി മാറിയിരിക്കുന്നു. 1895 ജോൺ കുക്ക് എന്ന ആളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കപ്പെട്ട ഒരു ഡാം നമ്മുടെ തണ്ണീർത്തടങ്ങളെ നികത്തി തമിഴ്നാടിന് ഇലക്ട്രിസിറ്റിയും കുടിവെള്ളവും ജലസേചനവുമായി പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ പാവം മലയാളിയുണ്ടോ അറിഞ്ഞില്ല. ഓരോ പ്രാവശ്യവും ഹർത്താലുകളായിട്ടും പ്രക്ഷോഭങ്ങളുമായിട്ടും മുന്നോട്ട് വരും. പല സ്വയം സേവാ സംഘടനകളും അനേക ആളുകളും വ്യക്തിപ്രഭാവങ്ങളും മുന്നോട്ട് വന്നിരുന്നത് കുറച്ച് കാലം കഴിയുമ്പോൾ അതങ്ങ് തണുത്തു പോകും. എന്താണ് തണുത്തു പോകുന്നത്? അഥവാ ഈ ഡാം പൊട്ടിയാൽ നശിക്കാൻ പോകുന്നത് 5ഓളം ജില്ലകളാണ്. 130 വർഷത്തിനേക്കാൾ പഴക്കമുള്ള ഈ ഡാം എപ്പോൾ വെള്ളം പൊട്ടുമോ പൊട്ടാതിരിക്കുമോ, പക്ഷെ പൊട്ടുമെന്ന് അറിഞ്ഞതിന് ശേഷവും അതിനുവേണ്ടി കാണിക്കുന്ന ആ നിസ്സംഗതയാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. 100 വർഷത്തിനാണ് ഒരു ഡാമിനുള്ള പരമാവധി ആയുസ്. 70 തൊട്ട് 100 വർഷത്തിനകം അത് മാറ്റി പുതിയ സ്ഥലത്തേക്ക് മാറി പുതിയ ഡാമുകൾ ഉണ്ടാക്കുകയാണ് സാധാരണ നടപ്പിലുള്ള കാര്യങ്ങൾ. ഈ പല രാജ്യങ്ങളിലും ഈ ദുരന്തങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടു കഴിഞ്ഞു. നമ്മുടെ പെരിയാർ റിവറിന് കുറുകെയായിട്ട് പണിതിരിക്കുന്ന ഇത് 53.6 മീറ്റർ ഉയരത്തിലാണ് ഇത് പണിതിട്ടിരിക്കുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 156 അടിയോളം വെള്ളം നമുക്ക് സൂക്ഷിക്കാം. ഇപ്പം നമ്മൾ 142 അടിയാണ് അതിൽ സൂക്ഷിക്കുന്നത്. എന്നാൽ തമിഴ്നാട് പറയുന്നത് 152 ആക്കി ഉയർത്തണമെന്ന്. ആർക്കെന്ത് ഛേദം? അവർക്കൊരു ഛേദവുമില്ല. നഷ്ടപ്പെട്ടാൽ നമുക്കാണ് ഛേദം, നമ്മുടെ മക്കൾക്കാണ്, നമ്മുടെ ഭാവി തലമുറകൾക്കാണ് നഷ്ടം. നമ്മുടെ മുൻപിൽ നാം കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങൾ, പാലങ്ങൾ, നമ്മളുണ്ടാക്കിയ നമ്മുടെ കൃഷിയിടങ്ങൾ എല്ലാം നമ്മുടെ മുൻപിൽ നഷ്ടപ്പെട്ടു. അതിലുപരിയാണ് ഈ നഷ്ടപ്പെടാൻ പോകുന്ന ജനലക്ഷങ്ങൾ. എന്തെല്ലാം രീതിയിൽ നോക്കിയാലും ലോകത്തിലെ എല്ലാ സംഭാവനകളുടെ മുന്നിലും മലയാളി മുന്നിൽ തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉന്നതമായ സാമ്പത്തിക നിലവാരത്തിലുള്ളവർ, ബൗദ്ധികമായ നിലവാരം, വിദ്യാഭ്യാസം, എന്തിനു വേണം എല്ലാ കാര്യത്തിലും നാം മുന്നിലില്ലേ? എന്തുകൊണ്ട് നമുക്കിത് ചെയ്യാൻ കഴിയുന്നില്ല? മറ്റുള്ളവരെ സഹായിക്കുന്നതിന്, ആരെങ്കിലുമൊക്കെ വിടുവിക്കുന്നതിന്, സഹായിക്കുന്നതിന് ഒക്കെ നാം കൈ അയച്ച് സഹായിക്കുന്ന മലയാളിയാണ്. നാം പണം നോക്കാതെ ചിലവഴിക്കുന്ന മുതലാളിമാരുണ്ട്. ഇവരെല്ലാം എവിടെയാണ്? എല്ലാവരും കൂടി പിരിച്ചെടുത്ത് പോലും പല കാര്യങ്ങൾ നാം നടക്കാറില്ല. എന്തുകൊണ്ട് നാം ഡാമിൻ്റെ കാര്യത്തിൽ നാം ഉദാസീനത കാണിക്കുന്നു? നമ്മുടെ മുൻപിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെപ്പറ്റി നാം ബോധവാന്മാരല്ലേ? അതോ മാറി മാറുന്ന സർക്കാരുകൾ കണ്ണടയ്ക്കുകയാണോ? ആർക്കും ഇത് സംഭവിക്കാം. അഥവാ നമ്മുടെ തലമുറകൾക്ക് നാം ചെയ്യാൻ പോകുന്ന ഈ ദുരന്തം, നാം വരുത്തി വെക്കാൻ പോകുന്ന ദുരന്തത്തിന് ആരുത്തരവാദിയായിരിക്കും? അത് ഓരോ മലയാളിയെയും ഉണരണം. രാജ്യത്തിൽ ഓരോ പൗരന്മാർക്ക് വേണ്ടി സംസാരിക്കാനും ആർജവമുള്ള ഒരു പൗരന്മാരായിരിക്കണം. യുവാക്കൾ എഴുന്നേൽക്കണം, ഇതിനോട് പ്രതികരിക്കണം. നാം എല്ലാ കാര്യത്തിലും പ്രക്ഷോഭങ്ങൾ കാണിക്കാറില്ലേ? ഈ ഒരു സമയത്ത് നമ്മുടെ മതവും നമ്മുടെ ശക്തിയും ബുദ്ധിയും എല്ലാം, നമ്മുടെ കഴിവുകളും എല്ലാം നമ്മൾ ഉപയോഗിച്ച് ഈ ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കണം. അതിനുവേണ്ടി ജനങ്ങൾ എഴുന്നേൽക്കണം. അനേകരുടെ സഹായം നമുക്കിതിനു വേണ്ടി ആവശ്യമാണ്. ഉന്നതന്മാർ, താഴേക്കുടിയുള്ളവർ എല്ലാവരും കൂടി ഉത്സാഹിച്ചാൽ നമുക്കിതിന് പരിഹാരമുണ്ടാക്കാം. പൊട്ടാനിരിക്കുന്ന ഡാമിനെ പറ്റിയല്ല നമുക്ക് സംസാരിക്കാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഉണരട്ടെ. ഉണർന്ന ആർജവുമുള്ള ഒരു തലമുറ എന്താണ് നമുക്ക് സാധിക്കാമെന്നും അറിയാം. പെൻസിൽവാനിയയിലുണ്ടായ ദുരന്തം നാം കണ്ടതാണ്. ഡാം പൊട്ടി ആയിരക്കണക്കിന് ജനങ്ങൾ മരിച്ചു. എന്തിനാണ് നമ്മൾ അടുത്ത സ്ഥലത്ത് നമ്മുടെ ഗുജറാത്തിൽ ഉണ്ടായ ദുരന്തം നമ്മൾ കണ്ടതാണ്. ഇറ്റലിയിൽ, ഇന്തോനേഷ്യയിൽ എത്ര ഡാമുകൾ പൊട്ടി നമ്മൾ കണ്ടിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം? തീർച്ചയായിട്ടും ഉണരൂ. ഇതിനെതിരായി ഈ ഒരു പുതിയ ഒരു തീരുമാനമുണ്ടാകുന്നതിനായിട്ട് നമുക്കിതിനു വേണ്ടി കൈ ഓർക്കാം. പുതിയ ഡാമിന് വേണ്ടി പ്രത്യാശിക്കാം.